ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് ടൈപ്പ് സ്റ്റെപ്പ് മോട്ടോഴ്സിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അപ്പം വെനെവർ വി ആർ എക്സൈറ്റിംഗ് ദ ഫേസ് എ, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് എക്കാണ് കറണ്ട് കൊടുക്കുന്നത്, അതിനാണ് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫേസ് വൈൻഡിങ്സ് മാഗ്നറ്റൈസ്ഡ് ആവും. അവിടെ എന്താ നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും. ഈ എ ഡാഷ് എന്ന് കാണിക്കുന്നത് എന്താ, എ എന്ന് വെച്ചാൽ എൻറ്ററിംഗ് പോർഷൻ ആണെങ്കിൽ എ ഡാഷ് ലീവിംഗ് പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും. ഓക്കെ, ചെയ്യുന്നതെങ്കിൽ എന്താ, ഈ ഉള്ളിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, റോട്ടോർ. ഇത് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് ആണ്, ഇത് ഫെറോ മാഗ്നറ്റിക് ടൈപ്പ് ആണ്. അതിനെന്താ ഇങ്ങനെ നമ്മുടെ വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ് പോലെ തന്നെ എന്താ പ്രൊജക്ഷൻസ് ഉണ്ടാവും. പോൾസ് ഇങ്ങനെ പ്രൊജക്റ്റഡ് ടൈപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി ഇതിന്റെ ഒരു സെക്ഷൻ നോർത്ത് ആയിട്ടും ഇതിന്റെ ഒരു സെക്ഷൻ സൗത്ത് ആയിട്ടുമാണ് നോർമലി ഉണ്ടാവുക. ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്, അതിന്റെ ഒരു എൻഡിൽ സൗത്ത് ആൻഡ് ഒരു എൻഡിൽ നോർത്ത് പോൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പൊ ഇവിടെ അത് എല്ലാ സൈഡും നോർത്ത് പോൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ എന്താ നമ്മൾ ഫേസ് വൈൻഡിങ്സ് എനർജൈസ് ചെയ്യുന്ന സമയത്ത് ഫേസ് വൈൻഡിങ്സിന് കറസ്പോണ്ടിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എ ഡാഷ് എയില് സൗത്ത് പോൾ ആണ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോട്ടോർ എന്ത് ചെയ്യും, റോട്ടോർ ഓൾറെഡി നോർത്ത് പോൾ ആണുള്ളത്. ഓക്കെ, അപ്പം റോട്ടോർ എന്ത് ചെയ്യും, റോട്ടോർ ആ ഒരു സൗത്ത് പോളിന് അലൈൻ ചെയ്യുന്ന രീതിയിൽ എ ഡാഷ് ആ ഒരു ലൈനിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു ടീത്ത് വന്നിട്ട് അവിടെ ഇതേപോലെ അലൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, ഈ റോട്ടോറിന്റെ പ്രൊജക്റ്റഡ് ടീത്തിൽ ഒരു നോർത്ത് പോൾ വരുന്ന ആ ഒരു ടീത്ത് എന്ത് ചെയ്യും, ഈ എ ഡാഷിന് അലൈൻഡ് ആയിട്ട് നിൽക്കും. നമ്മൾ ഫേസ് എ ആണ് എനർജൈസ് ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് ഇനി അത് ഡി എനർജൈസ് ചെയ്യിച്ചു, ഫേസ് ബി ആണ് എനർജൈസ് ചെയ്യുന്നതെങ്കിൽ എന്താ, ഇവിടെയുള്ള ഈ അതിനടുത്തുള്ള ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് അലൈൻ ചെയ്ത് വരും. കാരണം ഇവിടെ ഒരു സൗത്ത് ആൻഡ് നോർത്ത് പോൾ എന്ത് ചെയ്യും, അതിന് അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോ ഫേസ് വൈൻഡിങ്സ് എനർജൈസ് ചെയ്യിക്കുന്നതനുസരിച്ച് ഈ റോട്ടോർ എന്ത് ചെയ്യും, ഓരോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് വരും, ഓരോ സ്റ്റെപ്പ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് സീക്വൻസിലാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടത്, ആ സീക്വൻസിനനുസരിച്ച് നമ്മൾ ഫേസ് വൈൻഡിങ്സ് എന്ത് ചെയ്യും, എനർജൈസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അത് ഓൾറെഡി പ്രോഗ്രാംഡ് ആയിരിക്കും. ആ കോഡിംഗ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് സ്വിച്ച് ക്ലോസ് ചെയ്യിക്കും, അതിന് കറസ്പോണ്ടിങ് ഫേസ് വൈൻഡിങ്സിൽ സപ്ലൈ കിട്ടും. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ച് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ജനറേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോട്ടോർ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റെപ്പ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഫേസ് വൈൻഡിങ്സ് ഉണ്ടാവും. ഇതൊരു സ്കീമാറ്റിക്കൽ ഇവിടെ 2 ഫേസ് വൈൻഡിങ്സേ കാണിച്ചിട്ടുള്ളൂ. ലാർജ് നമ്പർ വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ നമുക്ക് സ്മോൾ സ്റ്റെപ്പ് ആംഗിൾസിൽ എന്താ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? എല്ലാത്തിനും ബേസിക്സ് സെയിം തന്നെയാണ്. ഇതാണ് ഹൈബ്രിഡ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ വരുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? നമുക്ക് ഹൈബ്രിഡ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോഴ്സിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വെരി ഹൈ ടോർക്ക് ടു സൈസ് റേഷ്യോ, വെരി സ്മോൾ സ്റ്റെപ്പ് ആംഗിൾസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, ദാറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 1.8 ഡിഗ്രി. അത് ഇതിനുള്ള ഒരു പെക്യുലാരിറ്റിയാണ്. വെരി സ്മോൾ സ്റ്റെപ്പ് ആംഗിൾസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹാവ് ഗുഡ് ഹോൾഡിംഗ് ടോക്ക് ഗുഡ് ആണ്. ഞാൻ പറഞ്ഞു എന്താ, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പിന്റെയും വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിന്റെയും കമ്പൈൻഡ് അഡ്വാൻറ്റേജസ് എന്താ ഈ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോറിൽ പോസിബിൾ ആണ്. ദെൻ റിക്വയർസ് ലെസ് എക്സൈറ്റേഷൻ ഫോർ പ്രൊഡ്യൂസിങ് സെയിം ടോക്ക്. പിന്നെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോഴ്സ് ഹാവ് മച്ച് ബെറ്റർ പെർഫോമൻസ് കമ്പയർഡ് ടു പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോഴ്സ്, ബട്ട് എക്സ്പെൻസീവ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പിന് ആൻഡ് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പിന് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനെയും കമ്പൈൻഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് സംവാട്ട് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. നിങ്ങളോട് ഈ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും മാറിയിട്ടാ ചോദിക്കുക. ഇതിന്റെയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ കൺഫ്യൂസ്ഡ് ആകരുത്. കുറെ ആപ്ലിക്കേഷനും കുറെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇത്രയാണ് സ്റ്റെപ്പർ മോട്ടോഴ്സ് വരുന്നത്. സ്റ്റെപ്പർ മോട്ടോഴ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ എനി ടൈപ്പ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് സ്റ്റെപ്പർ മോട്ടോർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് തന്നെ അപ്പൊ എഴുതണം. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടോഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ 3 ക്ലാസിഫിക്കേഷനും എഴുതണം. 3ന്റെയും ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക. അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോർഷനിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ഇത് രാവിലെ തന്നെ എന്താ ആർക്കും റെസ്പോൺസ് ഇല്ലാത്ത? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇതിലെ ലാസ്റ്റ് ഡ്രൈവ്സ് ആണെന്ത്? സെർവോ മോട്ടോ. ഓക്കെ, സെർവോ മോട്ടോർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെർവോ മോട്ടോഴ്സ്. ഓക്കെ ഓക്കെ, ഇപ്പൊ സെർവോ മോട്ടോഴ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സർക്യൂട്ട് ഒക്കെയുള്ള സർക്യൂട്ട്സിലാണ്. ക്ലോസ് ലൂപ്പ് ആയിട്ടുള്ള കൺട്രോൾ സർക്യൂട്ട്സ് ഉള്ള ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഏരിയാസിലൊക്കെയാണ് നമ്മൾ സെർവോ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെർവോ മോട്ടോഴ്സ് നമ്മളെന്താ നമ്മൾ എവിടെയൊക്കെയാണ് ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് വരുന്നത്, സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, സ്പീഡ് കൺട്രോൾ ഒക്കെ വരുന്നത്, അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ സെർവോ മോട്ടോഴ്സ് position feedback. Okay, with a sense of feedback mechanism, increased performance, better accuracy and control. നമ്മൾ നോർമലി എനിക്ക് ക്ലോസ് ലൂപ്പ് ആൻഡ് ഓപ്പൺ ലൂപ്പ് തമ്മിൽ ആ ഒരു ഡിഫറൻസ് അറിയില്ലേ? ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് അറിയില്ലേ? എന്താണ് ഈ ക്ലോസ് ലൂപ്പും ഈ ഓപ്പൺ ലൂപ്പും തമ്മിലുള്ള? അറിയോ? എനിബഡി? എന്ത് ഫീഡ്ബാക്ക് ഉണ്ടോ? ആ, ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ഒക്കെ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? ആക്യുറസിക്ക് വേണ്ടി. ആ, ആക്യുറസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓപ്പൺ ലൂപ്പ് നമുക്കിപ്പോൾ ഒരു ഫാൻ കൺസിഡർ ചെയ്യാം. ഒരു ഫാന് ഇപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണ്. എന്താ, നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതൊരു നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ സ്പീഡിൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ റൂം ടെമ്പറേച്ചർ രാവിലെ നല്ല തണുപ്പാണ്, ഇനി ഉച്ചക്ക് ചൂടാണ്, അതനുസരിച്ചൊന്നും ആ സ്പീഡിന്റെ ആ ഫാനിന്റെ സ്പീഡിൽ വേരിയേഷൻ വരില്ലല്ലോ. നമ്മൾ മാനുവലി സെറ്റ് ചെയ്ത് വെച്ച ആ സ്പീഡിൽ തന്നെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അതൊക്കെ വരുന്ന എന്താ? ഓപ്പൺ ലൂപ്പ് ആണ്. നമ്മൾ ഓൾറെഡി കൺട്രോൾ ഒരു ഇത് ചെയ്ത് വെച്ചു, ഒരു സ്പീഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ചു, ദെൻ അത് എല്ലാ ടൈമിലും അതേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഓപ്പൺ ലൂപ്പ് വരുന്നത്. ഇനി ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ എന്താ? നമ്മളിപ്പം ഫാൻ ഇപ്പം ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആണെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്പീഡ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഡിസൈഡ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ വേണ്ടത്. ഇപ്പൊ മോർണിംഗ് ടൈം ആണ്, തണുപ്പൊക്കെ ഉള്ള കാലമാണെങ്കിൽ മോർണിംഗിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും, റൂം ടെമ്പറേച്ചർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാനിന്റെ സ്പീഡ് കുറയണം. അത് റൂം ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് കൺട്രോൾ ഫീഡ്ബാക്ക് സെൻസേഴ്സ് വരും, ഫീഡ്ബാക്ക് കൺട്രോൾ വരും, ദെൻ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യും. ഇനി അത് ഉച്ച ടൈമൊക്കെ ആകുന്ന സമയത്ത് അത് കൂടണം. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് അത് സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കും. അപ്പൊ അത് വരുന്ന എന്താ? ക്ലോസ് ലൂപ്പ് കൺട്രോൾ ആണ്. നമ്മുടെ അറ്റ് പ്രസന്റ് ഡിസൈഡ് ആയിട്ടുള്ള കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് ആൻഡ് ഫീഡ്ബാക്ക് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഇതാണ് എന്ത്? ക്ലോസ് ലൂപ്പ് കൺട്രോൾ വരിക. അപ്പൊ അങ്ങനെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയാസിലൊക്കെയുള്ള മോട്ടോഴ്സ് ആണ് എന്ത്? സെർവോ മോട്ടോഴ്സ്. അല്ലെങ്കിൽ സെർവോ മോട്ടോഴ്സും നോർമലി ഈ ക്ലോസ് ലൂപ്പ് കൺട്രോളിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താ? അതിന് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും, നല്ല നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊക്കെ പോസിബിൾ ആണ്. Okay, here a high performance alternative to stepper and induction motors, but higher price. Okay, ഇതൊക്കെ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു, കോംപ്ലക്സ് സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു ഡിസൈനൊക്കെ അനുസരിച്ച് സെർവോ മോട്ടോഴ്സ് എന്താ? ഹയർ പ്രൈസ് ആയിരിക്കും, അല്ലെ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഫോർ പ്രിസൈസ് പൊസിഷൻ കൺട്രോൾ ആപ്ലിക്കേഷൻസ്. അതന്നെ എന്താ കാര്യമായിട്ടുള്ള ഞാൻ പറഞ്ഞു, സ്റ്റെപ്പർ മോട്ടോഴ്സ് കൊണ്ട് നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. അതിന്റെ പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റെപ്പിംഗ് ആംഗിൾ ഒക്കെയാണ് കിട്ടുക. അവിടെ സെൻസേഴ്സോ ഫീഡ്ബാക്കോ ഒന്നും ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ബട്ട് ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ വരുന്ന കേസിൽ നമ്മൾ സെർവോ മോട്ടോഴ്സ് ആണ് പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബെറ്റർ കൺട്രോൾ കിട്ടാൻ അല്ലെങ്കിൽ ആ ബെറ്റർ പൊസിഷനിങ് ഒക്കെ കിട്ടാൻ സെർവോ മോട്ടോഴ്സ് ആണ് ബെറ്റർ. പിന്നെ റോബോട്ടിക്സിൽ യൂസ് ചെയ്യും, റേഡിയോ കൺട്രോൾഡ് കാർസ്, എയറോപ്ലെയിൻസ്, കൺവെയർ ബെൽറ്റ്സ്, ക്യാമറ ഓട്ടോ ഫോക്കസ്, സോളാർ പാനൽ ട്രാക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റഡ് ഡോർ ഓപ്പണേഴ്സ്, മെറ്റൽ കട്ടിംഗ് ആൻഡ് മെറ്റൽ ഫോമിംഗ്, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെർവോ മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി എല്ലാ സിസ്റ്റംസ് എന്താ? ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റംസ് ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ അപ്പോഴുള്ള ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ടിനനുസരിച്ച് എന്താ? അതിന്റെ എല്ലാ ഇതും കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താ? ഈ സെർവോ മോട്ടോഴ്സിന്റെ ആപ്ലിക്കേഷൻ വരും. ഓക്കെ, നമുക്കൊരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം നോക്കാം, അല്ലെങ്കിൽ സെർവോ കൺട്രോൾ എന്ന് പറയും. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആണ്.
നിങ്ങൾക്ക് അറിയായിരിക്കും ക്ലോസ് ലൂപ്പിന്റെ സിസ്റ്റം എങ്ങനെയാ വരിക എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലറൈസ്ഡ് ആയിരിക്കും. എന്താ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടാവും, ദെൻ എന്താ അവിടെ അവിടെ എന്താ ഇൻപുട്ട് സിഗ്നലിൽ ഒരു സമ്മേഷൻ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ, ആ ഇൻപുട്ട് സിഗ്നൽ നമുക്ക് ഒന്നിക്ക് റെഫറൻസ് ഇൻപുട്ട് എന്ന് പറയാം. ആ റെഫറൻസ് ഇൻപുട്ട് തന്നെയായിരിക്കും എന്ത് ഡിസൈഡ് ഔട്ട്പുട്ട്. നമുക്ക് എന്ത് ഔട്ട്പുട്ട് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് തന്നെയായിരിക്കും നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ആ ഒരു വാല്യൂ അതാണ് റെഫറൻസ് ഇൻപുട്ട്. അപ്പൊ ഇവിടെ ഒരു സമ്മേഷൻ വരുന്ന എന്താ ഒരു എറർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണ്ട ആക്ച്വൽ റെഫറൻസ് പിന്നെന്താ മൈനസ് നമുക്ക് വേണ്ട റെഫറൻസ് വാല്യൂ, ദാറ്റ് ഈസ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വാല്യൂ അതുണ്ടാവും. പിന്നെ ഒരു മൈനസ് വരുന്ന എന്താ ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നതാണ്. അത് ഏത് വഴി വരുന്നതാ നമുക്ക് ഇവിടെ ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പൊ ഈ ഒരു സമ്മേഷനിൽ എന്തൊക്കെയാ വരുന്നത്, നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് വരും മൈനസ് നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ട് വരും ത്രൂ എ ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, ദെൻ ആ ഒരു എറർ സിഗ്നൽ രണ്ടും തമ്മിലുള്ള ആ ഒരു എറർ, നമുക്ക് ആക്ച്വലി കിട്ടുന്ന സിഗ്നലും നമുക്ക് ഡിസൈഡ് ചെയ്ത സിഗ്നലും തമ്മിലൊരു എറർ ഉണ്ടെങ്കിൽ ആ ഒരു എറർ എന്ത് ചെയ്യും, നേരെ കൺട്രോളറിലേക്ക് കൊടുക്കും. ഈ എറർ ആണ് ദെൻ പ്രോസസ് ചെയ്യുന്നത്. ഈ എററിന്റെ വാല്യൂ കുറവാണ് എന്ന് പറയുമ്പോഴെന്താ ഇത് ബെറ്റർ കൺട്രോൾ ആണ്, നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കാരണം ഡിസൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ വാല്യൂ ലീഡ്സ് ടു ഒരു സീറോ വാല്യൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിസൈഡ് ഔട്ട്പുട്ട് തന്നെയാണ്. ഓക്കെ, ദെൻ എററിന് ഒരു വലിയ ഹൈ വാല്യൂ ഉണ്ട്, എറർ ഒരു വലിയൊരു വാല്യൂ ആണെങ്കിൽ ആ ഒരു ഡിസൈഡ് ഔട്ട്പുട്ടും ഈ നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിൽ ഒരു നല്ല വേരിയേഷൻ ഉണ്ട് എന്നർത്ഥം. അപ്പൊ കൺട്രോൾ അത്ര എഫിഷ്യന്റ് അല്ല എന്നർത്ഥം. ഓക്കെ, അപ്പം അതാണ് ഈ എറർ സിഗ്നലിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഡിസൈഡ് ഔട്ട്പുട്ട് മൈനസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് വിച്ച് ഗിവ്സ് ദ എറർ വാല്യൂ, അതെന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ഒരു കൺട്രോളറിലേക്ക് കൊടുക്കും. ഓക്കെ, ആ കൺട്രോളറിന് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് കൺട്രോളിങ് നടക്കുക. then എന്ത് ചെയ്യും അത് ആ സിസ്റ്റത്തിലേക്ക് പോകും, ഏത് സിസ്റ്റം ആണോ അത്. ഓക്കെ, ഈ കൺട്രോളർ എന്തായിരിക്കും അവിടെ പ്രോഗ്രാംഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഫാനിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ എന്താ ടെമ്പറേച്ചർ സെൻസേഴ്സ് വരുന്ന വാല്യൂസ് ആയിരിക്കും കൺട്രോൾ സിഗ്നൽ. ഓക്കെ, തെർമിസ്റ്റേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വാല്യൂസ് ആയിരിക്കും ഈ കൺട്രോൾ സിഗ്നൽ. അത് ഇതിലേക്ക് കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ എറർ വാല്യൂ ഈ ഒരു വാല്യൂന്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഇന്നതായിരിക്കണം, മീൻസ് എന്താ ടെമ്പറേച്ചർ സ്പീഡ് കൂടണം. ഇപ്പം ടെമ്പറേച്ചർ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എറർ സിഗ്നൽ ഈ ഒരു ടെമ്പറേച്ചർ വാല്യൂനെ കാട്ടി അപ്പർ ആണെങ്കിൽ എന്താ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ, ആ സിസ്റ്റത്തിന്റെ ഇപ്പൊ ഫാനിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കണം. ഇനി ലോവർ ആണെങ്കിൽ ഫാനിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യിക്കണം. ആ ഒരു കോഡിങ്ങും പ്രോഗ്രാമിംഗ് ഒക്കെ ഈ കൺട്രോളറിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും അതിൽ നിന്ന് സിഗ്നൽസ് നേരെ സിസ്റ്റത്തിലേക്ക് പോകും. ഇവിടെ കൊടുക്കുന്ന ആ ഒരു കൺട്രോളിങ് സിഗ്നൽ അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സിസ്റ്റം വർക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഇതിന്റെ ഔട്ട്പുട്ടിലാണ് എന്ത് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സെൻസേഴ്സ് അഗൈൻ എന്ത് ചെയ്യും ഫീഡ്ബാക്ക് സിസ്റ്റം വഴി ഇവിടേക്ക് വരും. അപ്പൊ ഇതിന്റെ ഒരു ക്ലോസ് ലൂപ്പ് ആണ്. അതപ്പം ഈ ക്ലോസ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് വെച്ചാൽ ഈ എറർ വാല്യൂ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രത്തോളം ഈ എറർ വാല്യൂ മിനിമൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം പറ്റുന്ന രീതിയിലായിരിക്കും ഈ ക്ലോസ് ലൂപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. അപ്പൊ ഇതിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത് സെർവോ മോട്ടോഴ്സ്. ഓക്കെ, ക്ലോസ് ലൂപ്പ് ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾക്ക് ഫെമിലറൈസ്ഡ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത്. ഓക്കെ അല്ലേ? എല്ലാരും അവിടെ ഇല്ലേ? ഒരു റെസ്പോൺസും ഇല്ലാത്ത. എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ദെൻ ഇതൊരു പ്രാക്ടിക്കൽ നമുക്ക് ഉള്ള ഒരു സെർവോ മോട്ടോറിന്റെ ഒരു ആ ഒരു സെർവോ മോട്ടോർ വിത്ത് ആ ക്ലോസ് ടു കൺട്രോൾ അതിന്റെ ഒരു ഫിഗർ ആണ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദർ ആർ 2 types of servo motors. Okay, servo motors basically 2 types ഉണ്ട്, AC servo motors and DC servo motors. Okay, AC servo motors ആണെങ്കിൽ design is based on the construction of induction motors. Induction motors നമ്മൾ പഠിച്ചു, AC motors. Okay, അതിന്റെ സെയിം കൺസ്ട്രക്ഷൻ ആണ് AC servo motors. ഇനി DC servo motors ആണെങ്കിൽ design is based on the construction of DC motors. DC motors നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ എ സി സെർവോ മോട്ടോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുക. ആ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്ത് ചെയ്യും, അതിന്റെ കുറച്ചൊരു പെക്യുലാരിറ്റീസ് ഒക്കെ അതിൽ കുറച്ച് ഫീച്ചേഴ്സിലൊക്കെ വേരിയേഷൻസ് വെച്ചിട്ട് വരുത്തിയിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോളിൽ യൂസ് ചെയ്യും. ഇനി ഡി സി സെർവോ മോട്ടോഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഡി സി മോട്ടോഴ്സ് ആണ്. ആ ഡി സി മോട്ടോഴ്സ് എന്ത് ചെയ്യും, അതിന്റെ ആർമേച്ചർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യും.
ഓക്കെ, അപ്പം AC servo motors ഉണ്ട്, DC servo motors ഉണ്ട്. AC servo motorsൽ എന്താ ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻഡക്ഷൻ മോട്ടോർ ആണ്. DC servo motors ആണെങ്കിൽ the design is based on the DC motors ആണ്. Okay, and the first one is the DC servo motor. ഓക്കെ, ഇതിലെ സെയിം കൺസ്ട്രക്ഷൻ നമ്മൾ DC മോട്ടോർ പഠിച്ച അതേ കൺസ്ട്രക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഷണ്ട് കണക്റ്റഡ്, ഒരു ഷണ്ട് DC ഷണ്ട് ടൈപ്പ് മോട്ടോറിൽ ഇതിനെ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഈ DC സെർവോ മോട്ടോറിന് ഇവിടെ കാണിച്ചിരിക്കുന്ന DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ഷണ്ട് ടൈപ്പ് ആണ്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നോർമൽ DC വർക്കിംഗ് തന്നെ, DC മോട്ടോറിന്റെ വർക്കിംഗ് തന്നെ, ബട്ട് ഇതിന്റെ ആർമേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എക്സ്റ്റേണൽ കൺട്രോൾ ലൂപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഇവിടെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, ഹിയർ ദ ആർമേച്ചർ ഈസ് ഫെഡ് ബൈ ആൻ എറർ സിഗ്നൽ ത്രൂ എ DC ആംപ്ലിഫയർ. ഒരു എറർ സിഗ്നൽ ത്രൂ എ DC ആംപ്ലിഫയർ ഇൻ ദ സെൻസ് ആ ഒരു കൺട്രോൾ ലൂപ്പ് എന്ന് വരുന്ന സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ആർമേച്ചറിലേക്ക് വരുന്ന സപ്ലൈ ഡയറക്റ്റ് കൊടുക്കാതെ ഒരു എറർ സിഗ്നൽ വഴി നമുക്ക് കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് എറർ സിഗ്നൽ വഴിയാണ് കൊടുക്കുന്നത്. ആ വോൾട്ടേജ് എറർ സിഗ്നൽ സ്മോൾ വാല്യൂ ആയിരിക്കും. അതിന് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് DC ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, ആർമേച്ചറിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോഴെന്താ, ഈ ആർമേച്ചറിൽ വരുന്ന ഈ ഒരു സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് ആണ്. അത് നമുക്ക് ഡിസൈഡ് ആയിട്ട് വേണ്ട ഔട്ട്പുട്ടിനനുസരിച്ച് അവിടുന്ന് സെൻസ് ചെയ്തെടുക്കുന്ന സിഗ്നൽസ് അനുസരിച്ച് കൺട്രോൾ ലൂപ്പിൽ അത് പ്രോസസ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എറർ സിഗ്നൽ ആണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ആ എറർ സിഗ്നലിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, എറർ സിഗ്നലിനെ കുറക്കാൻ വേണ്ട രീതിയിൽ ആർമേച്ചറിലേക്ക് സപ്ലൈ വരും. അതിനനുസരിച്ച് ഈ മോട്ടോറിന്റെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ചേഞ്ചസ് വരും. ഓക്കെ, അതൊരു ക്ലോസ് ലൂപ്പ് ആണ്. അതിങ്ങനെ ക്ലോസ് ലൂപ്പിലൂടെ ഫീഡ്ബാക്ക് പാത്തിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് എന്താ, അതൊരു എറർ സിഗ്നൽ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും അതിന്റെ ഫംഗ്ഷനിങ് ഉണ്ടാവുക. ഓക്കെ, എറർ സിഗ്നൽ റെഡ്യൂസ് ചെയ്യുക ഇൻ ദ സെൻസ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. അതെന്താണെങ്കിലും ഇതിന്റെ മോട്ടോർ റൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്നത് ആ ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഡിസൈഡ് ആയ ഔട്ട്പുട്ട് തന്നെ കിട്ടുന്ന രീതിയിലുള്ള കൺട്രോൾ ആയിരിക്കും. Okay, ഇവിടെ whenever the signal is more, the amplifier output is more, therefore the motion of motor will be more to correct the error. കണ്ടോ, whenever the error signal, ഈ എറർ സിഗ്നൽ എപ്പോഴാണ് ഹയർ ആവുന്നത് അപ്പോൾ ഈ DC ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അതിന്റെ ഔട്ട്പുട്ട് എന്താ, ഹയർ ആയിരിക്കും. അപ്പോൾ ആ ഹയർ സിഗ്നലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, എറർ സിഗ്നൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും ഈ മോട്ടോർ ആക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ കിട്ടുന്ന എറർ സിഗ്നലിന് എപ്പോഴാണ് അതിന്റെ വാല്യൂ ഹയർ ആകുന്നത്, അപ്പൊ ആ ഹയർ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ആർമേച്ചറിലേക്ക് വരുന്നത്. അപ്പൊ ആ ഹയർ വാല്യൂനെ റെഡ്യൂസ് ചെയ്യേണ്ട രീതിയിലായിരിക്കും ഇതിന്റെ മോട്ടോർ ആക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്ത് എറർ സിഗ്നൽ കുറക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവിടെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, and DC servo motors are heavier and need more maintenance, therefore they are not used for small and sensitive servo systems. ഓക്കെ, അത് ഹെവിയർ ആണ് ആൻഡ് ഓൾസോ അതിന് മെയിൻ്റനൻസ് ഹയർ ആണ്. അതുകൊണ്ട് സ്മോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സെർവോ സിസ്റ്റത്തിലൊന്നും ഈ DC സെർവോ മോട്ടോഴ്സ് യൂസ് ചെയ്യില്ല. ഇപ്പൊ DC സെർവോ മോട്ടോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ DC ഷണ്ട് ടൈപ്പ് മോട്ടോറാണ് യൂസ് ചെയ്തതെന്ന് പറയാം. ഇതിന്റെ ആർമേച്ചർ എന്താ, വിച്ച് ഇസ് ഫെഡ് ഫ്രം ആൻ എറർ സിഗ്നൽ ത്രൂ എ DC ആംപ്ലിഫയർ. ഓക്കെ, അത് പറയാം. എന്നിട്ട് അതിന്റെ ആ ഒരു പോയിന്റ് പറഞ്ഞാൽ മതി. ഇവിടെ എറർ സിഗ്നൽ മോർ ആണെങ്കിൽ ഇതിന്റെ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഓൾസോ മോർ ആയിരിക്കും. therefore the motor action will be more to correct the error. ആ ഒരു രീതിയിലായിരിക്കും അതിന്റെ ആക്ഷൻ ഉണ്ടാവും. ബാക്കി ഇതിന്റെ മോട്ടോറിന്റെ വർക്കിംഗ് ഒക്കെ സിമിലർ, DC മോട്ടോറിന്റെ ടൈപ്പ് തന്നെ. ബട്ട് ഈ ആംപ്ലിഫയർ ഇത് ആർമേച്ചറിന് എന്താ, ഒരു എറർ സിഗ്നൽ വഴിയാണ് ഫെഡ് ചെയ്യുന്നത്. സോ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട രീതിയിലായിരിക്കും ഇതിന്റെ മോഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിന്റെ ആക്ഷൻ ഉണ്ടാവുക. Okay, and next comes the AC servo motors. നെക്സ്റ്റ് വരുന്നത് AC servo motors ആണ്. ഇവിടെ AC servo മോട്ടോഴ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടോഴ്സ് ആണ്. അതിൽ തന്നെ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ AC servo മോട്ടോഴ്സിൽ ഒരു 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാനാണ്. 2 phase സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറും ഉണ്ട്, 3 phase സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോഴ്സും ഉണ്ട്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 2 phase ആണ്. ഇതൊന്നുമില്ല, ഇതിന്റെയും വർക്കിംഗ് ഒക്കെ സിമിലർ ആണ്. ഒരു സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സിമിലർ വർക്കിംഗ് ആണ്. ബട്ട് ഇവിടെ എന്താ, നമ്മൾ ആ ഫേസിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ത്രൂ എ എറർ സിഗ്നൽ ആയിരിക്കും. ഇവിടെ കണ്ട, ഇവിടെ ഒരു ഫേസ് എന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ കൊടുക്കുന്നില്ല. നമ്മൾ ആ സപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയാ, എറർ സിഗ്നൽ, AC എറർ സിഗ്നൽ, നമ്മൾ കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന AC എറർ സിഗ്നൽ വഴിയാണ്
ഇതിന് എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അത് നേരത്തെ പോലെ എന്ത് ചെയ്യും, ഇവിടുന്ന് കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന എറർ സിഗ്നലിനെ ഒരു എ സി ആംപ്ലിഫയറിൽ കൊടുക്കും. എ സി ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, നേരെ ഈ ഒരു വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ഇല്ല ആ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ ടൈപ്പ് റോട്ടോറിന്റെ അല്ലെങ്കിൽ മോട്ടോറിന്റെ വർക്കിംഗ് ബേസ്ഡ് ഓൺ എന്തായിരിക്കും, നമുക്ക് ഇവിടെ കിട്ടുന്ന എറർ സിഗ്നൽ ആയിരിക്കും. അപ്പൊ എറർ സിഗ്നൽ ഹയർ ആണെങ്കിൽ ആ ഹയർ വാല്യൂവിനെ കോമ്പൻസേറ്റ് ചെയ്യേണ്ട രീതിയിലായിരിക്കും ഈ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ എറർ സിഗ്നൽ കുറക്കുന്ന രീതിയിലേക്ക് ആ ക്ലോസ് ലൂപ്പ് എത്തുന്ന സമയത്ത് നമുക്ക് എന്താ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ അപ് ടു ഫ്യൂ 100 watts capacity a two-phase servo motor is ideal option for response and accurate positioning. ഒരു 100 watt ഫ്യൂ 100 watt റേഞ്ചിലൊക്കെ 2-phase സെർവോ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുക. എബോ ആണെങ്കിൽ എന്താ, എബോ ഒരു ഹയർ പവർ ആപ്ലിക്കേഷൻസിലൊക്കെ ആണെങ്കിൽ 3-phase സെർവോ മോട്ടോഴ്സ് ആണ് യൂസ് ചെയ്യുക. രണ്ടാണെങ്കിലും സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ തന്നെയാണ്, ബട്ട് 2-phase ആൻഡ് 3-phase വരും. ഫേസ് വൈൻഡിങ്സിന്റെ നമ്പറിൽ ആ വേരിയേഷൻ വരും. Okay, and the rotor is of aluminum cup design for low mass, quick response than squirrel gauge type rotor, quicker and smaller than DC servo motors. AC servo motorsന്റെ ആക്ഷൻസ് DC സെർവോ മോട്ടോറിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്വിക്കർ ആണ്, ആൻഡ് അതിന്റെ കൺസ്ട്രക്ഷൻ കുറച്ചുകൂടി സ്മോളർ ആണ്. അത്ര ഹെവിയർ ഒന്നുമല്ല, DC മോട്ടോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ഹെവിയർ ഒന്നുമല്ല. സോ നമുക്കിതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള സെർവോ കൺട്രോളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇത്രയാണ് നിങ്ങൾ ആ ഡ്രൈവ്സിന്റെ സെക്ഷനിൽ വരുന്നത്. സെർവോ മോട്ടോഴ്സ് ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ ഡ്രൈവ്സിന്റെ സെക്ഷനിൽ ഏതൊക്കെയാ നോക്കിയേ? ഫസ്റ്റ് DC മോട്ടോഴ്സ് നോക്കി, ദെൻ AC മോട്ടോഴ്സ് നോക്കി. DC മോട്ടോഴ്സ് ആണെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ചോദിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ DC മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ നോക്കുക. സിമ്പിൾ ആണ്, കൺസ്ട്രക്ഷൻ നോക്കുക. ഇവിടെ എന്താ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതെന്തായാലും സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ്, ടെക്നിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് അതൊക്കെ സ്പെസിഫൈ ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അത് വിട്ടുപോകും, പക്ഷെ അങ്ങനത്തെ ടേംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മാർക്ക് വരും. ഓക്കെ, അപ്പം ഇതെന്താ, അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ആ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ പറയാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് പറയാം. ഈ ഒരു സിംഗിൾ ലൂപ്പ് കൺസ്ട്രക്ഷൻ വരക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ യുവർ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി, പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, DC മോട്ടോഴ്സ് അങ്ങനെ വരും. ദെൻ എന്താ, അതിലൊരു ബേക്ക് EMFന്റെ കോൺസെപ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് പറയാം. ഇനി സ്പെസിഫിക് ആയിട്ട് ബേക്ക് EMF ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ AC മോട്ടോഴ്സ് ആണ് വരുന്നത്. AC മോട്ടോഴ്സിലും 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പറയാം. ഫസ്റ്റ് AC മോട്ടോഴ്സിലെ ആ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് അത് പറയണം. നമ്മൾ 3-phase 120 ഡിഗ്രി പാർട്ടായിട്ട് 3-phase സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ എന്താ, അവിടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു എഫക്റ്റിൽ എന്ത് ചെയ്യും, അവിടെ ഒരു മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും. ദെൻ അതെന്ത് ചെയ്യും, ആ ഒരു റോട്ടോറിലേക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. ആ റോട്ടോർ ബാസ് ഒക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് റോട്ടോർ കറണ്ട് ഫ്ലോ ചെയ്യും. ആ ഒരു ഫ്ലോയിങ് ഉള്ളത് കൊണ്ട് ആ ഒരു കണ്ടീഷൻ എന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നു. സോ അവിടെ ഒരു ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, റോട്ടോർ റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് മാഗ്നറ്റിക് ഇൻഡക്ഷനും ആ ഒരു ലോറൻസ് ഫോഴ്സിന്റെ എഫക്റ്റും ആ രണ്ടും പറഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ആ ക്ലാസിഫിക്കേഷൻ വരുന്നത് AC മോട്ടോഴ്സിൽ സിങ്ക്രണസ് മോട്ടോർ ഉണ്ട്, ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്. ഇൻഡക്ഷൻ മോട്ടോറിൽ തന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്, 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് AC മോട്ടോറിൽ സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മോട്ടോർസ് നോക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് സ്ക്വിറൽ ഗേജ് ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ ആണ്. ഞാൻ ഇപ്പം പറഞ്ഞ അതേ വർക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. പിന്നെന്താ, സിങ്ക്രണസ് ടൈപ്പ് മോട്ടോഴ്സ് ആണ്, അതിന്റെ വർക്കിംഗ് നോക്കുക. പിന്നെ ബ്രഷ്ലെസ് DC മോട്ടോർ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്. പിന്നെ ഇതിന്റെ ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് ചോദിക്കാം, അതായത് എഴുതണം. ദെൻ കം സ്റ്റെപ്പർ മോട്ടോർ. സ്റ്റെപ്പർ മോട്ടോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈപ്സ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 ടൈപ്സും എന്താണെന്ന് പഠിക്കുക, അതെങ്ങനെയാണ് അവർ വേരിയേഷൻ വരുന്നതെന്ന് ശ്രദ്ധിക്കുക, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വർക്കിംഗ്. ഓക്കെ, ദെൻ ഫൈനലി comes the സെർവോ മോട്ടോർ. സെർവോ മോട്ടോർ എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ആ 2 ടൈപ്സ് ഉണ്ട്, DC സെർവോ മോട്ടോറും AC സെർവോ മോട്ടോറും. അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.
ഇതിൽ വർക്കിംഗ് ആയിട്ട് പറയാനില്ല, ബട്ട് അത് ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം DC സെർവോ മോട്ടോർ ആണെങ്കിൽ DC ഷണ്ട് മോട്ടോറിന്റെ സെയിം ആണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. ബട്ട് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. AC ആണെങ്കിൽ എന്താ, സ്ക്വിറൽ കേജ് ടൈപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഫേസ് സ്ക്വിറൽ കേജ് ടൈപ്പ് സെർവോ മോട്ടോർ ആണ്. അപ്പൊ ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ ഈ PPT ഷെയർ ചെയ്ത് തരാം. ഇത്രയാണ് സമയത്ത് നിങ്ങളെ ട്രൈബ്സിന്റെ പോർഷൻ കംപ്ലീറ്റഡ് ആയി. എന്നിട്ട് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, അറ്റൻഡൻസ് പറയൂ. Roll number 1. Present, miss. 2. Present. 3. Present, miss. 4. Present. Present, miss. 5. Present. 6. Present. 7. Present, teacher. 8. Present. 9. Present. 10. Present. 11. Present, miss. 12. Present. 13. 13. 13 ആരാ? ആരാ? ഭഗത്ത്. 13 ആബ്സെന്റ് ആണ് അല്ലേ? 14. Present. 15. 15. ഫൈസുദ്ദീനാ? ഫൈസുദ്ദീൻ കെ ആബ്സെന്റ്. 16. Present. 17. Present, miss. Okay, 18. Present. Okay, 19. Present. 20. 20. Rahul P. 20 absent. 21. Present. 22. Present, teacher. Okay, 23. Present. Okay, 24. 24. 25. Present. Okay, 26. Miss. Okay, 27. Okay, 28. Present. 29. 30. Present. Okay, 31. Present. 32. 33. Present. Okay, 34. Present. 35. 35. Akash Prakashan. Absent ആണോ? 36. Present, miss. 37. Present, miss. Okay, 38. Present, miss. Okay, അപ്പോൾ ആബ്സെന്റ് ഈസ് 13, 15, 20, 24 and 35. Okay. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഉണ്ടെങ്കിൽ പഠിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഈ സ്റ്റെപ്പ് മോട്ടോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് മൂന്നും പറയുമ്പോൾ അതിന്റെ മൂന്നിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയഗ്രാം എന്തായാലും വരയ്ക്കണം. പ്ലസ് അതിന്റെ വർക്കിങ്ങും എഴുതണം. ഈ മോട്ടോഴ്സിന്റെ കേസ് ആണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും നിങ്ങൾക്ക് ആ കൺസേൺ ടോപ്പിക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിന്റെ ഫിഗർ എന്തായാലും വരയ്ക്കണം. ഓക്കെ, ഇനി സ്പെസിഫൈ ചെയ്യുന്നില്ല, ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ വിത്ത് ഡയഗ്രാം എന്ന് പറയുന്നില്ലെങ്കിലും അതിന്റെ ഡയഗ്രാം വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അത് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. അത് നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ എന്തായാലും ഡയഗ്രാംസ് പഠിച്ചു വെക്കണം, അത് വരയ്ക്കണം. ഇനി ബൈ ചാൻസ് എ സി മോട്ടോഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മെൻഷൻ ദ വർക്കിംഗ് ഓഫ് എ സി മോട്ടോർ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. സിങ്ക്രണസ് ടൈപ്പ് എ സി മോട്ടോർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പ് ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് അതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അധികവും എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് എ സി മോട്ടോർ ആൻഡ് എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ഡി സി മോട്ടോർ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എ സിയിൽ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. സ്റ്റെപ്പ് മോട്ടോർ എന്തായാലും ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ചോദിച്ചിട്ട് കാണുന്നത്. സോ അത് ക്ലാസിഫിക്കേഷൻ മൂന്നും സെപ്പറേറ്റ് പഠിക്കണം. അങ്ങനെ ന്യൂമറിക്കൽസ് ഒന്നും ചോദിച്ചിട്ട് കാണുന്നില്ല. പിന്നെ ഈ സ്ലിപ്പിന്റെ ഒരു ഇക്വേഷൻ അങ്ങ് നോക്കി വെച്ചാൽ മതി. ചെറിയൊരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ സ്ലിപ്പിന്റെ ഇക്വേഷൻ, സ്ലിപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാം. ഇവിടെ എസ് ഇസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ആർ ബൈ എൻ എസ്. ഓക്കെ, ഇതിൽ റോട്ടർ സ്പീഡ് തരുമായിരിക്കും. ദെൻ എൻ എസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, എൻ എസ് നമുക്ക് അറിയാം 120 എഫ് ബൈ പി. ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അവിടെ പി തരുന്നുണ്ട്, സപ്ലൈ ഫ്രീക്വൻസി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ എസ് കണ്ടുപിടിക്കാം, സിംഗിൾ സ്പീഡ് കണ്ടുപിടിക്കാം. പിന്നെ എൻ ആർ ഓൾറെഡി ഗിവൺ ആയിരിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് സ്ലിപ്പ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സ്ലിപ്പ് തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് എൻ ആർ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. എൻ എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്ലൈ ഫ്രീക്വൻസി എഫും നമ്പർ ഓഫ് പോൾസും തന്നിട്ടുണ്ടാവും. അപ്പൊ എൻ എസ് would be equal to 120 എഫ് ബൈ പി വെച്ചിട്ട് അത് കാണാം. എന്നിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എസ് കാണും. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എൻ ആർ ആ കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ലിപ്പ് ഇപ്പം ആ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിന് ഇപ്പൊ 4% അങ്ങനെ 3% എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ പെർസെന്റേജിനെ മാറ്റിയിട്ട് 0.04 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ന്യൂമറിക്കൽസ് അങ്ങനെ ചോദിക്കുന്നില്ല. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം അഡ്വാൻറ്റേജസ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാം. എല്ലാം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. കുറെ മോട്ടോഴ്സ് ഒക്കെ ഒപ്പം വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. സോ അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ അഡ്വാൻറ്റേജസ് ഇന്നതാണെന്ന് ഓരോ മോട്ടോറിനെയും കമ്പയർ ചെയ്ത് പഠിക്കുക. ആ ഒരു വേരിയേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, ഈ മോട്ടോറിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേരിയേഷൻ വരുന്നത്, അതൊക്കെ ആലോചിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോവുകയില്ല. മറന്നു പോവുക മീൻസ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവില്ല. അല്ലാണ്ട് നിങ്ങളിങ്ങനെ ഓരോന്നിന്റെയും പഠിച്ച് അതിന്റെ ആപ്ലിക്കേഷൻ അഡ്വാൻറ്റേജ് അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ ഏതിൻ്റെതായിരുന്നു എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പൊ അത് ഒരു കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡ്രൈവ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ്സും ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി ബാക്കി അനസാറിനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 6th മൊഡ്യൂൾ അല്ലേ ഉള്ളേ? ഓക്കെ, ഞാൻ PPT ഷെയർ ചെയ്യാം. അനസാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ ഷെയർ ചെയ്യാം. പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay, thank you, students.
Thank you, Miss. Okay.